C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. My God, this is ridiculous. എന്താ സുസ്മിത ഇതൊക്കെ? ഞാൻ അറിഞ്ഞതല്ല ആന്റി, എന്നെ ആരോ ചതിച്ചതാ. ചതിച്ചതെന്ന് പറഞ്ഞ ഈ ഫോട്ടോയിലുള്ളത് നീ തന്നെയല്ലേ? പിന്നെ എങ്ങനെയാ? അത് ഞാൻ തന്നെയാ. പക്ഷെ ആ മദ്യ ഗ്ലാസ് സിഗരറ്റ് ഒന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതൊക്കെ ആരോ മോഫ് ചെയ്ത് ഫോട്ടോയിൽ കയറ്റിയതാ. അതെ അതെ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ ഇപ്പൊ നടക്കുന്നത്. അവസാനം സുസ്മിതയെ അതിനിരയായി, അത്ര തന്നെ. ഇതൊക്കെ സൈബർ സെല്ലുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂന്നേ. ഇത് ചെയ്തത് ആരായാലും അവര് വെറുതെ വിടരുതെന്നാ എന്റെ അഭിപ്രായം. എന്റെ ജീവിതം തകർന്നമ്മേ, എല്ലാം തീർന്നു. നാണക്കേട്. മോളെ, ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? അമ്മ, ഹലോ ഹലോ, ഇപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. കണ്ടു. പക്ഷെ കാണുന്ന എല്ലാം സത്യമാണെന്നില്ലല്ലോ. പരമേശ്വരൻ നായർ ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ മടങ്ങി പോവുക. അതിനിടയിൽ ഞങ്ങളുടെ ഒരു ബന്ധുവീടുണ്ട് ഇവിടെ. അവിടേക്ക് വന്നിരിക്കുക. കുടുംബശ്രീ വീട്ടിൽ. കുടുംബശ്രീ വീടോ? അവിടെ ശാരദാമ്മ നിങ്ങളുടെ? കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞാൽ എന്റെ കസിന. എന്റെ അച്ഛന്റെ മൂന്നാമത്തെ പെങ്ങളുടെ മോള്. ഞങ്ങള് കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ചു വളർന്ന ആൾക്കാരാ. ഓഹോ, അത് ശരി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വെളിപാടിന്റെ രഹസ്യം ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. ചേട്ടനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, ലൈം ടീ റെഡി ആയിട്ടുണ്ട്. സത്യഭാമയുടെ മരുമകള് ഇവിടുത്തെ കുട്ടിയാണത്രേ. നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. ആണോ? അതിപ്പോ കുഞ്ഞുനാളിലെ കണ്ടതല്ലേ അവരൊക്കെ. അല്ല, എങ്ങനെ ശാലിനി അവിടെ ചെന്ന് വിട്ടു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു കഥയാ മോനെ. വാ പറയാം. വരൂ ചേട്ടാ. സുസ്മിതയെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല അല്ലടി? അമ്മ, ശാലിനി എന്ത് ചെയ്യുന്ന അമ്മ ഈ പറയുന്നേ? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? സുസ്മിതയുടെ ആദ്യ വിവാഹം മുടക്കിയത് ഇവളാ. അതെ ശാരദാമ്മേ, ഒരു ബന്ധത്തിന് പൂർണ്ണ സമ്മതം മൂളി ഇവിടുന്ന് ഇറങ്ങിയ അയാൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എങ്ങനെ മനമാറ്റം ഉണ്ടായി? നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോ സുസ്മിത എങ്ങനെ മോശക്കാരിയായി? ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ അവൾ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു? മോർഫ് ചെയ്ത ആ ഫോട്ടോകൾ അധികം ആർക്കും പരിചയമില്ലാത്ത നിങ്ങളുടെ നമ്പറിലേക്ക് എങ്ങനെ എത്തി? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. പരമേശ്വരൻ നായരെ, അത് പറഞ്ഞിട്ടേ നിങ്ങൾ ഈ പടി ഇറങ്ങൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു ശാരദയുടെ മകൾ ഈ പടി ഇറങ്ങേണ്ടി വരും, എന്നേക്കുമായി. അതിന് സാക്ഷിയാകാൻ വേണ്ടിയാ ശാരദയും കൂടെ നിങ്ങളോടൊപ്പം വിളിച്ചു വരുത്തിയത്. മോളെ, ഇതെന്താ ഈ പറയുന്നതൊക്കെ? ഈ സംഭവം നമ്മളുമായിട്ട് എന്താ ബന്ധം? എന്ത് അസംബന്ധമാണ് സത്യഭാമി നിങ്ങൾ ഈ പറയുന്നത്?
ശാരദയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് എനിക്ക് ഈ ഫോട്ടോകൾ അയച്ചു കിട്ടിയതും ഈ ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു പറയുന്നതും. ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോ? അത് മാത്രം പറഞ്ഞാൽ മതി. സുസ്മിത മോശക്കാരിയാണെന്ന് ആരാ നിങ്ങളോട് ആദ്യം പറഞ്ഞത്? അതൊരു അനോണിമസ് ഫോൺ കോൾ ആയിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഏതെങ്കിലും കുബുദ്ധികളോ അസൂയാലികളോ ആയിരിക്കുമെന്ന് കരുതി. പക്ഷേ അതിനു പിന്നാലെയാ ആ ഫോട്ടോകൾ എന്റെ ഫോണിലെത്തിയത്. പിന്നെ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? സ്വന്തം മകന് വേണ്ടി പിന്നെ ഞാൻ എന്തിനൊരു റിസ്ക് എടുക്കണമെന്ന് തോന്നി. അതാണ് പിന്മാറിയത്. ശരി, അപ്പോ ആ കോള് വന്ന നമ്പർ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മൊബൈലിൽ? ഉണ്ടാവണം. ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്കണം പരമേശ്വരൻ നായരെ. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നമ്പറിൽ നിന്നാണോ ആ കോള് പോയിരിക്കുന്നതെന്ന് അറിയാമല്ലോ നമുക്ക്. ആ, വിളിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.